ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്സഡ് കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ രണ്ട് തരത്തിലെ കൺസ്ട്രെയിൻസ് വരാവുന്ന പ്രോബ്ലം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് മാത്രമുള്ളതാണ്. അപ്പോഴാണ് അവിടെ മ്യൂ അല്ലെങ്കിൽ മ്യൂ1 മ്യൂ2 എന്നൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോയൽ ബൈ ഡോ മ്യൂ എടുക്കുന്നുണ്ട്, 0 എന്ന് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡോയൽ ബൈ ഡോ മ്യൂ1 0, ഡോയൽ ബൈ ഡോ മ്യൂ2 0 എന്നൊക്കെ എടുക്കും. രണ്ടാമതുള്ള കേസിൽ ഇൻഇക്വാലിറ്റി മാത്രം വന്നു. അപ്പോൾ അതിൽ ലാംഡ ലാംഡ1 ലാംഡ2 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഡോയൽ ബൈ ഡോ ലാംഡ ഈക്വൽ 0 എടുക്കില്ല. ഡോയൽ ബൈ ഡോ ലാംഡ1 0 ഒന്നും എടുക്കില്ല, അതൊന്നും എടുക്കില്ല. അതിന് പകരം നമ്മൾ അതിന് പ്രോഡക്റ്റ് ലാംഡ1 ഇൻറ്റു ജി മൈനസ് ബി ഈക്വൽ 0 എന്ന രൂപത്തിൽ, ലാംഡ2 ഇൻറ്റു G2 മൈനസ് B2 0 എന്ന രൂപത്തിൽ എടുക്കും. ഓക്കെ, പിന്നെ ഗിവൺ കൺസ്ട്രെയിൻസ് കൊടുക്കും. പിന്നെ ലാംഡയുടെ കണ്ടീഷൻ ലാംഡ1 ഗ്രേഡ്, അതൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. ഇനി പറയുന്നതിൽ എന്താ വെച്ചാൽ രണ്ടും വരും, ഇക്വാലിറ്റി കൺസ്ട്രെയിൻസും വരും, ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസും വരും. ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും, GI ≤ BI ആയിരിക്കും. അത് അപ്പോൾ നമ്മൾ അതിൽ എല്ലിൽ എന്താ വരിക, മൈനസ് ലാംഡ1 ലാംഡ2, അതാണ് എല്ല് എടുക്കുമ്പോൾ വരിക. പിന്നെ ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് നേരത്തെ നമ്മൾ എടുത്താണ്, അതെന്താ എടുത്തത്, മ്യൂ1 മ്യൂ2 ഒക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും വരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് മാക്സിമൈസ് f(x, y) അതിലൊരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ഉണ്ട്, പിന്നെ രണ്ട് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ എല്ലാം എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഈ ഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ഒന്നല്ലല്ലോ, അപ്പോൾ മ്യൂ1 മ്യൂ2 വേണ്ട, മ്യൂ മതി. മൈനസ് ഉണ്ടാവും എപ്പോഴും, മൈനസ് മ്യൂ ഇൻറ്റു H മൈനസ് സി. പിന്നെ ഇത് രണ്ടും ലാംഡ1 ലാംഡ2 എന്ന് എടുക്കണം. അപ്പോൾ മൈനസ് ലാംഡ1 ഇൻറ്റു G1 മൈനസ് ബി മൈനസ് ലാംഡ2 ഇൻറ്റു G2 മൈനസ് ബി എടുക്കും. ഇതാണ് എല്ല് ഫോം ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സ്റ്റെപ്പ് 2-ൽ എടുക്കേണ്ടത്? എക്സും വൈയും ഉണ്ടല്ലോ, അപ്പോൾ ഡോയൽ ബൈ ഡോ എക്സ് 0, ഡോയൽ ബൈ ഡോ വൈ 0 എടുക്കണം. ഡോയൽ ബൈ ഡോ മ്യൂ 0 എടുക്കാൻ പാടില്ല, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഈ പറയുന്ന ലാംഡ1 ലാംഡ2 ഒക്കെ വന്നാൽ, അല്ലെ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വന്നാൽ, ഇക്വാലിറ്റി ഉണ്ടെങ്കിലും ഡോയൽ ബൈ ഡോ മ്യൂ എടുക്കരുത്, ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ എടുക്കരുത്. ഇനി ഇക്വാലിറ്റി മാത്രമുള്ള ഉള്ളെങ്കിൽ ആദ്യം പറഞ്ഞ കേസ് ഫസ്റ്റിൽ നമ്മൾ എടുത്ത പ്രോബ്ലം ഒക്കെയാണ്. ഇക്വാലിറ്റി മാത്രമേ ഉള്ളൂ, ഇൻഇക്വാലിറ്റി ഇല്ല എങ്കിൽ ഡോയൽ ബൈ ഡോ മ്യൂ എടുക്കണം. പക്ഷേ ഇവിടെ ഇൻഇക്വാലിറ്റി കൂടി വരുന്നതിൽ നമ്മൾ അങ്ങനെ പാരാമീറ്റേഴ്സിനനുസരിച്ചിട്ടുള്ള ഡോയൽ ബൈ ഡോ മ്യൂ, ഡോയൽ ബൈ ഡോ ലാംഡ1, ഡോയൽ ബൈ അതൊന്നും എടുക്കാൻ പാടില്ല. ഇത് രണ്ടും മാത്രം എടുക്കാം. എക്സും വൈ എതിരുള്ളൂ, അതുകൊണ്ട് ഡോയൽ ബൈ ഡോ എക്സും ഡോയൽ ബൈ ഡോ വൈയും ഈക്വൽ 0 എന്ന് എടുക്കുക. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞു, ഈ കണ്ടീഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ലാംഡ1 ഇൻറ്റു G1 of x y മൈനസ് B1 ഈക്വൽ 0 എടുക്കുക. അതുപോലെ ലാംഡ2 ഇൻറ്റു ദിസ് അതെടുക്കുക. ലാംഡ1ൻ്റെ മൾട്ടിപ്ലൈ വരുന്ന രീതിയിൽ എടുക്കണം. പിന്നെ ഗിവൺ കണ്ടീഷൻസ്, ഗിവൺ ഇത് 3ഉം ഇത് 3 എടുക്കുക. പിന്നെ എടുക്കേണ്ടത് ലാംഡയുടെ കണ്ടീഷൻസാണ്. ലാംഡ1 ഗ്രേറ്റർ ദാൻ 0, ലാംഡ2 ഗ്രേറ്റർ ദാൻ 0. മ്യൂ വേണ്ട, മ്യൂവിന് കണ്ടീഷൻ വേണ്ട, മ്യൂ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് വേണം കാണാം. ഇത്രയാണ് ഇതിൻ്റെ ഇത് വരിക. സോൾവ് ചെയ്യാനുള്ള ടിപ്സ് ഇവിടെയാണ് വരിക. പിന്നെ ഇത് എല്ലാം കൂടി സോൾവ് ചെയ്തിട്ട് ഏത് എക്സ് വൈക്കാണ് ഇത് മാക്സിമം ആവുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. മിക്സഡ് കൺസ്ട്രെയിൻസ് വരുമ്പോഴും ഒക്കെ ഒരേ മെത്തേഡേ ഉള്ളൂ. അത് ഇക്വാലിറ്റിക്ക് നിങ്ങൾ എല്ലാത്തിനും മൈനസ് വേണം. ഇക്വാലിറ്റിക്ക് മ്യൂ അല്ലെ മ്യൂ1 മ്യൂ2 എന്നൊക്കെ എടുക്കും. ഇൻഇക്വാലിറ്റിക്ക് ലാംഡ അല്ലെ ലാംഡ1 ലാംഡ2 എടുക്കും. പക്ഷേ ഇൻഇക്വാലിറ്റി വരുന്ന പ്രോബ്ലത്തിൽ ഡോയൽ ബൈ ഡോ മ്യൂ എടുക്കരുത്. ഇക്വാലിറ്റി മാത്രം വരുന്ന പ്രോബ്ലത്തിൽ ഡോയൽ ബൈ ഡോ മ്യൂ നമ്മൾ എടുക്കും. അവർ ഡോയൽ ബൈ ഡോ ലാംഡ1 ഡോയൽ അത് എടുക്കില്ല. പകരം ലാംഡ1 ലാംഡ2 ഉൾപ്പെടുന്ന പ്രോഡക്റ്റ് എടുക്കും. പ്രോഡക്റ്റ് 0 എന്നുള്ളൊരു ഭാഗം എടുക്കും. പിന്നെ ഗിവൺ കണ്ടീഷൻസ് എടുക്കും. പിന്നെ ലാംഡയുടെ കണ്ടീഷൻസ് എടുക്കും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസൊക്കെ ചെയ്യേണ്ടത്. ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. മാക്സിമൈസ് എക്സ് മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇത് f(x, y) ആണ്, രണ്ട് വേരിയബിളിൽ എക്സ് വൈ. സബ്ജക്റ്റ് ടു x² + y² = 4, ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ്. ഇത് രണ്ട് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ്. പക്ഷേ ഇതിനെ മാറ്റി എഴുതണം, ഇതിനെ ലെസ്സർ ആക്കി എഴുതുക. അതവിടെ ചെയ്ത് രണ്ട് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്, ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്, പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ x മൈനസ് വൈ സ്ക്വയർ. എങ്ങനെയല്ല എഴുതുക, ദിസ് ഇത് മൈനസ് മ്യൂ, ഇതിന് മ്യൂ എടുത്താൽ ഒന്നല്ലുള്ളൂ, മ്യൂ1 മ്യൂ2 വേണ്ട, ഒന്നേ ഉള്ളൂ, മ്യൂ ഇൻറ്റു ദിസ് മൈനസ് 4. ഇതിന് ലാംഡ1 ലാംഡ2 എടുക്കുക. മൈനസ് ലാംഡ1 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് 0 മൈനസ് ലാംഡ2 ഇൻറ്റു മൈനസ് വൈ മൈനസ് 0. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം എന്തായി, എക്സ് മൈനസ് വൈ സ്ക്വയർ മൈനസ് മ്യൂ ഇൻറ്റു x² + y² മൈനസ് 4 പ്ലസ് ലാംഡ1 എക്സ് ആവും പ്ലസ് ലാംഡ2 വൈ ആവും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2ലേക്ക് പോകാം. രണ്ട് വേരിയബിളാണുള്ളത്, എക്സും വൈയും.
അപ്പോൾ നമുക്കറിയാം ഡോ എൽ ബൈ ഡോ എക്സ് 1 മൈനസ് 2 mu x പ്ലസ് ലാംഡ 1 സീറോ. അത് ചെക്ക് ചെയ്യണം കേട്ടോ. ഡോ എൽ ബൈ ഡോ വൈ എഴുതാം. പക്ഷേ ഇവിടെ ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് ഞാൻ വീണ്ടും എഴുതിപ്പോയി. ഇത് ശരിക്കും ഡോ എൽ ബൈ ഡോ വൈ ആണ്. ഇത് ഡോ എൽ ബൈ ഡോ വൈ ആണ്. ഡോ എൽ ബൈ ഡോ വൈ എഴുതുക രണ്ടെണ്ണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന കാര്യങ്ങൾ എല്ലെന്ന് നോക്കി ചെയ്താൽ ലാംഡ 1ൽ ലാംഡ 2 മാത്രമാണ്, മ്യൂവിൻ്റെ വേണ്ട. ലാംഡ 1 x = 0, ലാംഡ 2 അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസിന് വരുന്ന എണ്ണാണ്. പിന്നെ ഗിവൺ കണ്ടീഷൻസ് എഴുതുക. പിന്നെ ലാംഡയുടെ കണ്ടീഷൻ, ലാംഡ 1 > 0, മ്യൂവിന് കണ്ടീഷൻ വേണ്ട കേട്ടോ. ഓക്കെ, ഇതാണ് വരുന്നത്. ഇത്രയും ഭാഗം എഴുതിയാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും ഞാൻ പറഞ്ഞു. ഇനി ഫ്രം 1 സോൾവ് ചെയ്യാൻ പോവാണ്. ഫ്രം 1 ഇക്വേഷൻ 1ൽ നിന്ന് ലാംഡ 1 കണ്ടുപിടിക്കാം. അല്ല, 1 പ്ലസ് ലാംഡ 1 ഒരു സൈഡ് വെച്ചാൽ -2 mu x ആവും. അങ്ങനെ റിലേഷൻ അവിടെ നിൽക്കട്ടെ. ഇനി ലാംഡ 1 പോസിറ്റീവ് > 0 1 പോസിറ്റീവാണ്. അപ്പോൾ ഈ 1 പ്ലസ് ലാംഡ 1 നല്ല സ്ട്രിക്റ്റ് പോസിറ്റീവ് ആയിരിക്കും, 0 ആവില്ല. അതുകൊണ്ട് 2 mu x സ്ട്രിക്റ്റ് > 0 ആയിരിക്കും. അങ്ങനെ സ്ട്രിക്റ്റ് > 0 ആണെങ്കിൽ 2 > 0 ആയിരിക്കും. മ്യൂ > 0, x > 0 ആവും. രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. രണ്ടും നെഗറ്റീവ് ആവും മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ്, പക്ഷേ ഇത് നെഗറ്റീവ് ആവില്ലല്ലോ, എക്സ് നെഗറ്റീവ് ആവില്ലല്ലോ. അതുകൊണ്ട് മ്യൂ നെഗറ്റീവ് ആവില്ല. രണ്ടും നെഗറ്റീവ് ആയാലേ അപ്പോൾ അത് ചാൻസ് ഇതേ ഉള്ളൂ, മ്യൂ > 0, x > 0. ഇനി x > 0 ആണെങ്കിൽ /3 ഈ ഇക്വേഷൻ പ്രകാരം ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്. അപ്പോൾ x 0 അല്ല, > 0 ആണെങ്കിൽ ലാംഡ 1 0 ആവണം. അപ്പോൾ /3 ലാംഡ 1 0 ആയിരിക്കും. അതാണ് പറഞ്ഞത്, /3 ലാംഡ 1 0 ആയിരിക്കും. ഓക്കെ, ഇനി ഫ്രം 2 2 × 1 + mu = ലാംഡ 2 കിട്ടും. അത് ഒരു എക്സ്ട്രാ ഇക്വേഷൻ 11 എഴുതാം. ഇവിടുന്നാണ് നമ്മൾ എഴുതുന്നത്. ഇവിടുന്ന് എന്തെഴുതും? 2 പ്ലസ് ലാംഡ 2 2 mu y എന്ന രൂപത്തിലാണ് എഴുതുന്നത്. ഫ്രം 2 ഇങ്ങനെ എഴുതി 2 × 1 + mu = ലാംഡ 2 എഴുതി. ഫ്രം 2 ആണ്. ഫ്രം 2y കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ 2y കോമൺ ആയിട്ട് എടുത്താൽ 1 + mu = ലാംഡ 2. ഒരു സൈഡിലേക്ക് ഇതൊക്കെ പോസിറ്റീവ് ആകും ഇങ്ങോട്ട് വരും. ആ രൂപത്തിലാണ് പറയുന്നത്. ലാംഡ 2y 11 എടുത്തു. ഇനി മ്യൂ പോസിറ്റീവാണ്, അതുകൊണ്ട് 1 + mu പോസിറ്റീവാണ്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഇംപ്ലൈസ് y പോസിറ്റീവ് ആണെങ്കിൽ ലാംഡ 2 പോസിറ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച് ലാംഡ 2 പോസിറ്റീവ് ആണെങ്കിൽ വൈയും പോസിറ്റീവാണ്. കാരണം 1 + mu എന്തായാലും പോസിറ്റീവാണ്. ഓൾറെഡി മ്യൂ പോസിറ്റീവാണ്, അതുകൊണ്ട് 1 + mu പോസിറ്റീവാണ്. ഇത് പോസിറ്റീവാണ്. അപ്പോൾ y പോസിറ്റീവാണെങ്കിൽ ലാംഡ 2 പോസിറ്റീവ് ആയിരിക്കണം. തിരിച്ചും ലാംഡ 2 പോസിറ്റീവാണെങ്കിൽ വൈയും പോസിറ്റീവ്. അതാണ് ഈ പറഞ്ഞ കാര്യം. സ്ട്രിക്റ്റ് > 0 ആണ് 11 കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. ആൻഡ് y 0 ആണെങ്കിൽ പിന്നെ ലാംഡ 2 0 ആയിരിക്കും. y 0 ആയ പിന്നെ ലാംഡ 2 0 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ലാംഡ 2 0 ആണ്, y 0 ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി ഈ കണ്ടീഷൻ വിചാരിക്കുക, y പോസിറ്റീവാണ്, ലാംഡ 2 പോസിറ്റീവ് ആണെങ്കിൽ ദെൻ ലാംഡ 2y > 0 കോൺട്രഡിക്ഷനാണ്. രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ > 0 ആവണ്ടേ? അത് കോൺട്രഡിക്റ്റ് 4 ഇക്വേഷൻ 4നെ കോൺട്രഡിക്റ്റ് ചെയ്യും. അത് മൾട്ടിപ്ലൈ ചെയ്ത് 0 വരേണ്ടത്. അപ്പോൾ അത് ഇക്വേഷൻ 4നെ കോൺട്രഡിക്റ്റ് ചെയ്യും. മനസ്സിലായി? അതുകൊണ്ട് ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് y = 0 ആൻഡ് ലാംഡ 2 = 0 എന്നുള്ളതേ ശരിയാവാൻ പറ്റും. ഇതേ ശരിയാവാൻ പറ്റും. ആ y 0 കിട്ടി, ലാംഡ 2 0 കിട്ടി. ഇനി y = 0 ആണെങ്കിൽ ഫ്രം 5 ഇക്വേഷൻ 5ൽ നമുക്ക് എന്ത് കിട്ടും? അല്ലേ, y 0 ആണ് ഇക്വേഷൻ x² = 4 കിട്ടും. x² = 4 കിട്ടും. അപ്പോൾ x = 2 ആവും. x = -2 എടുക്കാൻ പറ്റില്ല, കാരണം x ഒക്കെ പോസിറ്റീവാണ്. x = 2 റൂട്ട് എടുത്താൽ 2 കിട്ടും. അപ്പോൾ x2 y 0 എന്നായി, ലാംഡ 2 0 ആയി. ഓക്കെ, 1 ഇംപ്ലൈസ് 1ൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മ്യൂ 1/4 കിട്ടും. അത് കാര്യമില്ല, മ്യൂ പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും പ്രശ്നമല്ല. ലാംഡ 1ഉം ലാംഡ 2ൻ്റെ കാര്യം നമുക്ക് പ്രശ്നമുള്ളൂ. ലാംഡ 2 0 ആണ്, പിന്നെ ലാംഡ 1ൻ്റെ കാര്യവും 0 ആണ്. അപ്പോൾ അത് ഓക്കെയാണല്ലോ, ഓക്കെയാണ്. അപ്പോൾ 2 0 എന്നാണ് അഡ്മിസിബിൾ വാല്യൂ ആണ്. x2 y 0 എടുക്കാം. അപ്പോൾ മാക്സിമം എഫക്റ്റ് xy എന്നുള്ളത് 2 0 ആണ് ഇവിടെ. അത് മാക്സിമം എഫ് എന്നാൽ x - y² f, അപ്പോൾ 2 ആയിരിക്കും. അപ്പോൾ ഈ തരത്തിലാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോബ്ലം മാക്സിമൈസ്
3xy minus x cube subject to 2x minus y equal to minus 5, 5x plus 2y greater than or equal to 37, x greater than 0, y greater than 0. അപ്പോൾ ഇവിടെ ഇക്വാലിറ്റി കൺസ്റ്റൻസ് ഒന്നേ ഉള്ളൂ. ഇൻഇക്വാലിറ്റി കൺസ്റ്റൻസ് 3 ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളാണ്. അത് മാറ്റി ചെയ്താണ്. -1 മൾട്ടിപ്ലൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. അതാണ് ഇവിടെ ചെയ്തത്. ഇവിടെ -1 മൾട്ടിപ്ലൈ -5x -2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -37 ആക്കണം. ആദ്യത്തെ ഇക്വാലിറ്റി അങ്ങനെ തന്നെ ചെയ്താൽ പ്രോബ്ലം മാക്സിമൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് മാറ്റണം. x ഗ്രേറ്റർ 0 -x ഇങ്ങനെ ആക്കി. അപ്പോൾ ഇതിന് മ്യൂ കൊടുക്കണം. ഇതിന് λ1 λ2 λ3 എല്ലാം മൈനസ് ഇട്ടിട്ട് ചെയ്താൽ അങ്ങനെ എഴുതി. ഇനി അവസാനം അത് മാറ്റി എഴുതുമ്പോൾ എല്ലാം ഇങ്ങനെ വരും. എല്ലാം ഇത്തരത്തിൽ വരും. 2x minus y plus 5 എന്ന് വരും. ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ +5. ഓക്കെ. ഇനി നമുക്കിവിടെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കാണേണ്ടത് ∂L/∂x ∂L/∂y ആണ്. മ്യൂ വേണ്ട. ∂L/∂mu വേണ്ട എന്ന് പറയാൻ കാരണം ഈ ഇൻഇക്വാലിറ്റി വരുന്ന പ്രോബ്ലത്തിൽ എടുക്കാൻ പാടില്ല. പക്ഷേ λ1 λ2 പ്രോഡക്റ്റ് ഇതാണ്. ഇതെടുക്കുക അതാണ് 3 ഇത് എടുക്കുക. പ്രോഡക്റ്റ് λ1 λ2 λ3 പ്രോഡക്റ്റ് എടുക്കുന്ന രീതിയിൽ ഇതൊക്കെ ഇൻഇക്വാലിറ്റിക്ക് വേണ്ടി ഇത് എഴുതും. പിന്നെ ഗിബൺ കണ്ടീഷൻസ് എഴുതും. അത് 3 ഗിബൺ കണ്ടീഷൻസ് എഴുതുക. അതൊക്കെ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യുന്നു വേണ്ട. ഗിബൺ കണ്ടീഷൻസ്. പിന്നെ ലാസ്റ്റുള്ളത് λ1 ഗ്രേറ്റർ 0 λ2 ഗ്രേറ്റർ 0 λ3 ഗ്രേറ്റർ 0. ഓക്കെ. ഈ തരത്തിലാണ്. ഇത്ര എഴുതിയാൽ പകുതി മാർക്കായി. ഇനി ഇത് എഴുതാൻ പ്രയാസമല്ലേ? ശരി, ഒരേ പാറ്റേണാണ്. ഇനി സോൾവ് ചെയ്യുന്ന രീതി ഫ്രം 3യിൽ നിങ്ങൾ എന്ത് ചെയ്യുക? λ1 0 എടുത്തു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. പ്രോഡക്റ്റ് അല്ലേ? 3 എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അല്ലേ? λ1 ഇൻറ്റു ഉള്ള പ്രോഡക്റ്റ് അല്ലേ 3? അപ്പോൾ ഒന്നുകിൽ ഇത് 0 λ1 0 അല്ലെങ്കിൽ ഇത് 0 ആവണം. ആ കേസാണ് എടുക്കുന്നത് ആദ്യം. അപ്പോൾ ഫ്രം 3 λ1 = 0 5x plus 2y minus 37 0. അപ്പോൾ കേസ് ഇത് എടുക്കുക. λ1 0 ആവും. അപ്പോൾ ഇക്വേഷൻ 1ൽ എന്ത് വരും വെച്ചാൽ 3 × y minus x square minus 2mu plus λ2 0 ആവും. λ1 0 ആവും ഇക്വേഷൻ 1ൽ. λ1 0 എടുത്താൽ ബാക്കി 3 കോമൺ ആയിട്ട് ആദ്യം എടുക്കും. 3 × y minus x square minus 2mu plus λ2 = 0 എന്ന രൂപത്തിലാവും. അവിടുന്ന് മ്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ 3 × y minus x square plus λ2 ഹോൾ ഡിവൈഡ് ബൈ 2. മ്യൂ കാണാൻ ഇതൊരു ഇപ്പുറത്തേക്ക് എടുത്താൽ മ്യൂ ആയി പ്ലസ് അപ്പോൾ ഇപ്പുറത്തേക്ക് എടുത്താൽ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ 2mu അല്ലേ? മ്യൂ ഡിവൈഡ് ബൈ 2. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. മ്യൂ കിട്ടി. 2 എന്ന് പറഞ്ഞ ഇക്വേഷനിലകത്ത് λ1 0 കൊടുത്താൽ അവിടുന്ന് മ്യൂ കിട്ടുക എങ്ങനെയായിരിക്കും? ഇവിടുന്ന് മ്യൂ കിട്ടുക -3x minus λ അല്ലെ -3x plus λ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. മ്യൂവിൻ്റെ വില 2 1. അപ്പോൾ 2 വരെ ഈക്വലാക്കി എടുക്കുക. അപ്പോൾ ഇനി ഇവിടെ λ2 പോസിറ്റീവ് ആണെങ്കിൽ ഇക്വേഷൻ 4 λ2 x 0 അല്ലേ? അപ്പോൾ λ2 പോസിറ്റീവ് എന്ന് വിചാരിച്ചാൽ x 0 ആയി. അപ്പോൾ x 0 ആകുമ്പോൾ then 3xy minus x cube 0 എന്നിട്ടു. 3xy minus x cube 0 എന്നിട്ടു. അതായത് മാക്സിമൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 0 ആയിപ്പോൾ x 0 ആവുകയാണെങ്കിൽ. അതുപോലെ തന്നെ λ3 ഗ്രേറ്റർ 0 ആണെങ്കിൽ λ3y 0 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് 5. അപ്പോൾ y 0 ആവും. അപ്പോൾ 3xy minus x cube എന്നുള്ളത് 0 minus x cube എന്ന് വരും. ഇവിടെ y 0 ആകുമ്പോൾ 0 minus x cube. x എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എക്സിന് ഏത് വില കൊടുത്താലും x പോസിറ്റീവ് കൊടുക്കും. അപ്പോൾ മൈനസ് ഒരു പോസിറ്റീവിൻ്റെ ക്യൂബ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ആയിരിക്കും. ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ therefore λ2 λ3 0 ആയിരിക്കണം എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. കാരണം നമ്മൾ മാക്സിമൈസ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ 0 നെഗറ്റീവ് കൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ λ2 λ3 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇക്വേഷൻ 13 ഇതിൽ λ2 λ3 0 കൊടുത്താൽ ബാക്കിയുള്ള വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ y minus x square എന്നുള്ളത് -2x കിട്ടും. അല്ല അപ്പോൾ x square ഇത് പുറത്തേക്ക് എടുത്താൽ x square minus 2x y എന്ന് കിട്ടും. അപ്പോൾ x square minus 2x y എന്ന് പറഞ്ഞാൽ 2x plus 5 ആണ്. ഫ്രം 6 എന്ന് y എന്ന് പറഞ്ഞാൽ 2x plus 5 ആയിരിക്കും. ഫ്രം 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കിയാൽ മതി. 6th ഇക്വേഷനിൽ
നമുക്ക് പിന്നെ ഗിവൺ കണ്ടീഷൻസാണ്. അപ്പോൾ അവിടുന്ന് y എന്ന് പറഞ്ഞാൽ 2x + 5 ആയിരിക്കും. ഗിവൺ ഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ആണ്. ഗിവൺ കണ്ടീഷൻ എഴുതുമ്പോൾ ആയത് ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് y 2x + 5 എന്നിട്ട് അതാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാം എക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇത് എക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന് പകരം 6 എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. എന്നിട്ട് അങ്ങോട്ടും മാറ്റിയാൽ x² - 4x - 5 = ക്വാഡ്രാറ്റിക് ഇക്വേഷനായി സോൾവ് ചെയ്താൽ എക്സിൻ്റെ വില 5 - 1 വരും. x 5 ആകുമ്പോൾ y കണ്ടുപിടിച്ചാൽ 15 ആയിരിക്കും. അപ്പോൾ ആ കേസിൽ 5 15 എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. x 5 y 15. ഇനി അതല്ല കേസെങ്കിൽ നമ്മൾ 2 കേസായിട്ട് എടുത്തല്ലോ. രണ്ടാമത്തെ കേസാണെങ്കിൽ λ1 എന്നുള്ള രണ്ടാമത്തെ കേസാണെങ്കിൽ 5x + 2y - 37 0 ആവണം. ഓക്കെ, നമ്മൾ എടുത്തത് പിന്നെ 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ട് λ1 0 ആവുക, അല്ലെങ്കിൽ 5x + 2y - 37 0 ആവുകയാണെന്നാണ്. അപ്പോൾ λ1 0 ആവുന്ന കേസിലാണ് നമുക്ക് ഒരു വാല്യൂ x 5 y 15 കിട്ടിയത്. ഇനി അത് ആ കേസ് അല്ലെങ്കിൽ മറ്റേത് ശരിയാവണം. 5x + 2y - 37 0 ആവണം. അപ്പോൾ അത് ഇക്വേഷൻ മാറ്റി ചെയ്താണ് 5x + 2y എന്ന് പറഞ്ഞാൽ = 37. 14 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി. 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി ചെയ്താൽ 2x - 6 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടുന്നത് 2x - 5 - y = -5 ആണ്. അപ്പോൾ 6 ആണിത്. അപ്പോൾ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിനെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ 2y ഇവിടെ -2y ആഡ് ചെയ്താൽ y ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോൾവ് ചെയ്യാൻ, ഇത് രണ്ടും വെച്ച് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x - 2y -10 ആവും. അതിന് 15 പേര് കൊടുക്കുക. അപ്പോൾ 14 15 എന്നാണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 2y - 2y പോയി പോവും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 9x = 37 അല്ലെങ്കിൽ 27 കിട്ടും. അപ്പോൾ x = 3 കിട്ടും. അപ്പോൾ x = 3 ആണെങ്കിൽ y കണ്ടുപിടിക്കാമല്ലോ. y എന്ന് പറഞ്ഞാൽ 2x + 5 അല്ലേ. അപ്പോൾ y കണ്ടുപിടിച്ചു. y 11 ആയിരിക്കും. അപ്പോൾ x 3 11 അങ്ങനെ ഒരു കേസുണ്ട്. നേരത്തെ ഉള്ള x 5 15 ആണ്. ഇങ്ങനെ 2 പോയിൻ്റ് നമുക്ക് കിട്ടിയത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 3xy - x³ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഇതിൽ മാക്സിമം കിട്ടുന്നത് 515 അവിടെ വാല്യൂ 100 കിട്ടുന്നത്, മറ്റേ 72 കിട്ടുന്നത്. അപ്പോൾ മാക്സിമം അറ്റ് 515, അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആണ് എന്ന രീതിയിലാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. ഇതൊക്കെ ടെസ്റ്റിലുള്ള എക്സസൈസിലൊക്കെയുള്ള പ്രോബ്ലംസാണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ.